ഇന്ന് നമ്മള് ഒരു ബീഫ് വിത്ത് ബോൺ, അതായത് എല്ലുകറി ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലുകറി കപ്പയും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ എല്ലുകറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ക്രഷ് ചെയ്തിട്ടുണ്ട്, ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ സവാളയും നമ്മൾ മിക്സ് ചെയ്ത് ക്രഷ് ചെയ്ത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങാക്കൊത്ത് ആവശ്യത്തിന് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഓയിൽ, നമ്മളൊരു 3/4 കിലോളം എല്ലും ബീഫും കൂടെ ഉള്ളതാണ് എടുത്തിരിക്കുന്നത്. ഒരു 750 ഗ്രാമോളം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളതിൻ്റെ ആവശ്യമുള്ള സ്പൈസസ്, മല്ലിപ്പൊടി, അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ, കാശ്മീരി മുളക് പൊടിയും, മഞ്ഞൾപ്പൊടി, അതുപോലെ ഇറച്ചി മസാല. ഇത്രയും സാധനം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്, റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഫ്രൈങ് പാൻ നമ്മൾ ചൂടായിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ CBC ഓയിലാണ് ഉപയോഗിക്കുന്നത്, നല്ല ഓയിലാണ്. നമ്മൾ കടുക് ഇപ്പോൾ നമ്മളെ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് അങ്ങോട്ടിട്ട് വഴറ്റുക. നല്ല സൂപ്പറായിട്ടൊരു മണമൊക്കെ ഇങ്ങോട്ട് വരും. അതൊന്ന് ഒരു ചുമന്ന് വരുന്നിടം വരെ നമ്മളത് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ചെറിയ ഉള്ളിയും സവാളയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും ഗാർലിക്കും കൂടെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനിയിപ്പം നമ്മളത് നല്ലതായിട്ട് അങ്ങോട്ട് വഴറ്റി ഒരു ബ്രൗൺ കളർ ആക്കുക. ഒരുപാട് അങ്ങ് വഴന്ന് മൂത്ത് പോയാലും ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പം ആവശ്യത്തിന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ പച്ചമുളക്, കറിവേപ്പില, നമ്മളുണ്ടാക്കുന്ന വളരെ ഫാസ്റ്റ് ആൻഡ് ഈസി ടേസ്റ്റി ആയിട്ടുള്ള ഒരു എല്ല് കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമ്മുടെ മസാലകൾ നമ്മളങ്ങ് ചേർത്ത് കൊടുക്കുക. ഒരുപാട് മസാലയൊന്നും നമ്മളിട്ട് ഇതാക്കുന്നില്ല. നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമ്മുടെ ഇറച്ചി മസാല 1 സ്പൂണ് ചേർത്ത് കൊടുക്കുന്നു. ഉപ്പ് ആവശ്യത്തിന്, അതും ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളത് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മസാല നമ്മൾ കുക്കറിൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീഫിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് അതിന് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമ്മളങ്ങ് വേവിക്കുക. നല്ല അടിപൊളിയായിട്ടൊരു 8 വിസിൽ വരുന്നതിനും വരെ നമ്മളങ്ങോട്ട് വേവിച്ച് കഴിഞ്ഞാൽ ബീഫ് നല്ല സ്മൂത്തായിട്ട് നല്ല സ്പണ്ണി ആയിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മുടെ എല്ല് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ആ എല്ലൊക്കെ ഇറച്ചിയൊക്കെ എല്ലിൽ നിന്ന് നല്ല വേർപെട്ട് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ട് എല്ലും കപ്പയും കൂടെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. ഇതിലേക്ക് ഒരു ചെറിയ നാരങ്ങയും കൂടെ അങ്ങോട്ട് പിഴിഞ്ഞു കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കപ്പയുടെ കൂടെ നമ്മളങ്ങോട്ട് ഒഴിച്ച് അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കപ്പയും ഞങ്ങളിപ്പോൾ കപ്പയും ചോറും എല്ലുകറിയും കൂടെ അടിപൊളിയായിട്ട് കഴിക്കാൻ പോകണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ടല്ലോ. നമ്മളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യണം. മാത്രമല്ല അതിൻ്റെ ബെല്ലൈക്കൺ അമർത്തി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ see you till next video. God bless you all.